നെക്സ്റ്റ് റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാരേജബിൾ ഏജിനെ സംബന്ധിച്ചാണ്. സോ നമ്മുടെ ഇന്ത്യയിൽ ചൈൽഡ് മാരേജസ് ഒക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. സോ മിനിമം ഏജ് ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരു മെയിൽ ആൻഡ് ഫീമെയിലിന് കൊടുത്തിട്ടുണ്ട് മാരേജബിൾ ആവാനുള്ള ഏജ്. സോ മിനിമം ഏജ് ബോയ്സിന് 21 ഇയേഴ്സും ഗേൾസിന് 18 ഇയേഴ്സാണ്. സോ മിനിമം 18 ഇയേഴ്സ് ആണെങ്കിൽ ഗേൾസിന് മാരേജ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ബോയ്സിന് 21 ഇയേഴ്സെങ്കിലും മിനിമം ആയിരിക്കണം. ആ ഒരു മാരേജബിൾ ഏജ് നമുക്ക് നല്ലൊരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റീനെ ബ്രിങ് അപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ അതൊരു നല്ലൊരു സ്ട്രാറ്റജിയാണ്. അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് റിസർച്ച്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ഏരിയാസിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൻ്റെയും നോൺ ഗവൺമെൻറ് ഏജൻസിൻ്റെയും ഭാഗത്തുനിന്ന് ഒരുപാട് പുതിയ പുതിയ മെത്തേഡുകൾ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് മെത്തേഡുകൾ ഇമ്പ്രൂവ് ചെയ്യുന്ന ടൈപ്പ് മെത്തേഡുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് റിസർച്ച് ഏരിയാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡും കൂടിയാണ് റീപ്രൊഡക്ഷൻ. സോ വേരിയസ് റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ഏരിയാസ് ആർ ഹെൽപ്ഡ് and supported by the government and non-government agencies to find out എന്തിനു വേണ്ടിയിട്ട് ന്യൂ മെത്തേഡ്സ്, ഒന്നുകിൽ പുതിയ മെത്തേഡുകൾ അല്ലെങ്കിൽ ഓർ ടു ഇംപ്രൂവ് അപ്പോൺ ദ എക്സിസ്റ്റിംഗ് മെത്തേഡ്. നിലവിലുള്ള മെത്തേഡുകൾ ഇമ്പ്രൂവ് ചെയ്യാനോ പുതിയ മെത്തേഡുകൾ കൊണ്ടുവരാനോ ഗവൺമെൻറ്റിൻ്റെയോ നോൺ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ഏരിയാസിൽ ഉണ്ട്. സോ ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഒരുപാട് ടെക്നോളജിയുടെ ഫലമായിട്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക മോർട്ടാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ റേറ്റുകൾ, അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണനിരക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയത് ഈ വക പുതിയ ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ ടെക്നിക്കുകൾ വഴിയാണ്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് സഹേലി. സഹേലി എന്ന് പറഞ്ഞാൽ ഒരു നോൺ സ്റ്റിറോയിഡ് ആയിട്ടുള്ള ഓറൽ കോൺട്രാസെപ്റ്റീവാണ്. ഓറലി കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് സഹേലി. കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഗർഭനിരോധന മാർഗങ്ങളിലൊന്ന്. ബർത്ത് കൺട്രോളാണ് നമ്മൾ പറയുന്നത് കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ സഹേലി എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിറോയിഡ് ആയിട്ടുള്ള, സ്റ്റിറോയിഡ് മരുന്നുകൾക്ക് ഒരുപാട് കംപ്ലൈൻറ്റുകൾ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകളുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് ഒരു നോൺ സ്റ്റിറോയിഡ് പ്രിപ്പറേഷനാണ്, അതും ഓറലി കഴിക്കാവുന്നത്. അതാണ് ഓറൽ കോൺട്രാസെപ്റ്റീവാണ്, ബർത്ത് കൺട്രോൾ. ഇതാണ് സഹേലി. അത് വൺസ് എ വീക്ക് പില്ലാണ്, ഫീമെയിൽസിനുള്ള വൺസ് എ വീക്ക് പില്ലാണ് സഹേലി. ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത് CDRI സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലക്നൌവിലുള്ള സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയൻറ്റിസ്റ്റുകളാണ് സഹേലി എന്ന് പറഞ്ഞ നോൺ സ്റ്റിറോയിഡ് ആയിട്ടുള്ള ഓറൽ കോൺട്രാസെപ്റ്റീവ് അഥവാ ഡ്രഗ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റി ആണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെ അവിടെ കാണണം? നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് പ്രോബ്ലംസ് എന്താണ്, അതിൻ്റെ എന്തൊക്കെ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഓവർകം ചെയ്ത് നല്ലൊരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റീനെ ബ്രിങ് അപ്പ് ചെയ്യാം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു സൊസൈറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തിയാണ് അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. സോ എന്തൊക്കെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒന്ന്, ബെറ്റർ അവെയർനെസ് അബൌട്ട് സെക്സ് റിലേറ്റഡ് മാറ്റേഴ്സ്. നമ്മൾ ഈ കൗൺസിലിങ് അല്ലെങ്കിൽ അവെയർനെസ് വഴി നല്ല ബെറ്റർ ആയിട്ടുള്ള അവെയർനെസ് സെക്സ് റിലേറ്റഡ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് റിലേറ്റീവ് ആസ്പെക്റ്റുകളെ കുറിച്ച് നല്ലൊരു അവെയർനെസ്, ബെറ്റർ അവെയർനെസ് ഉണ്ടെങ്കിൽ അതൊരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റിയാണ്. പിന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് മെഡിക്കൽ അസിസ്റ്റഡ് ഡെലിവറീസ്. പണ്ട് കാലത്ത് വീടുകളിലാണ് ഡെലിവറീസ് നടന്നിരുന്നത്. സോ അതിന് നമ്മളിവിടെ പറഞ്ഞ മിഡ് വൈഫ് പോലെ, നേഴ്സ് പോലെ ഒരു മിഡ് വൈഫാണ്. സോ വീട്ടിലുള്ള ലിമിറ്റഡ് നമ്പർ ഓഫ് ഫെസിലിറ്റീസ് വെച്ചിട്ടാണ് പണ്ട് കാലങ്ങളിൽ ഡെലിവറി നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അമ്മയും കുഞ്ഞും ഒരുമിച്ച് മരിക്കാനും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെയുള്ള സാധ്യത ഇന്ന് കാണുന്നതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. സോ മെഡിക്കൽ അസിസ്റ്റൻസ് വളരെ കുറവാണ്. അവരുടെ അന്നത്തെ ലെവലിലുള്ള ഒരു സയൻറ്റിഫിക് അല്ലെങ്കിൽ ആ ഒരു മിത്ത് പോലത്തെ നോളജുകൾ വെച്ചിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. സോ സംഭവം ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. സോ ഒരുപാട് പ്രോബ്ലംസും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നാൽ അതിനെ ഓവർകം ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് അന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതുവഴി നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റീനെ ബ്രിങ് അപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് മെഡിക്കൽ അസിസ്റ്റഡ്. സോ മെഡിക്കൽ അസിസ്റ്റൻസോട് കൂടി ഒരുപാട് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസോട് കൂടി എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസോട് കൂടി
അതിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഡെലിവറീസാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായി? ബെറ്റർ പോസ്റ്റ് നേറ്റൽ കെയർ. ആഫ്റ്റർ പ്രഗ്നൻസി അമ്മയും കുഞ്ഞും സുരക്ഷിതമായിട്ടിരിക്കാനും അവരുടെ നറിഷ്മെൻറ്റും എല്ലാ കാര്യങ്ങളും നോക്കാൻ നല്ല പ്രോപ്പർ കെയർ കൊടുക്കുന്നു. അതുവഴി പോസ്റ്റ് നേറ്റൽ കെയർ വഴി പണ്ട് കാലത്ത് ഇതുപോലെ ഡെലിവറി സമയത്ത് പ്രഗ്നൻസിയിലും ബിഫോർ അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. രണ്ടുപേരും മരണപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇന്ന് മെഡിക്കൽ അസിസ്റ്റഡ് ഡെലിവറീസ് ആയതുകൊണ്ട് തന്നെ ആ മരണനിരക്കുകളൊക്കെ ഒരുപാട് കുറഞ്ഞു. അതുപോലെ ആഫ്റ്റർ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ടും അമ്മയുടെയും കുഞ്ഞും സുരക്ഷിതമായി ഇരിക്കാനുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും ഹെൽത്ത് സെൻറ്റർ വഴി എല്ലാം വഴി കിട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരത് റിസീവ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഡിക്രീസ്ഡ് മെറ്റേണൽ ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണനിരക്ക് ഇന്ന് ഒരുപാട് കുറവാണ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അമ്മയുടെ മരണം, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുഞ്ഞിൻ്റെ മരണം, അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണനിരക്കുകളൊക്കെ ഇന്നത്തെ മെഡിക്കൽ അസിസ്റ്റഡ് ഡെലിവറീസ് കാരണം പോസ്റ്റ് നേറ്റൽ കെയർ കാരണം ഒരുപാട് കുറവാണ്. അത്രയധികം ഷാർപ്പായിട്ട് അത് ഡിക്രീസ് ചെയ്തിട്ട് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും അതുപോലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അമ്മയും കുഞ്ഞും മരിക്കുന്ന ആ റേറ്റൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് നമ്പറേ നടക്കുന്നുള്ളൂ. മാക്സിമം മെഡിക്കൽ അസിസ്റ്റൻസോടുകൂടി അത് രക്ഷപ്പെടുത്താൻ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. ഇനിയുള്ള പ്രത്യേകത അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റീനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് കപ്പിൾസ് വിത്ത് സ്മോൾ ഫാമിലീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസൈഡ് സൈസുള്ള ഒരു ഫാമിലി, 2 പേര്, അതിൽ കൂടുതൽ വേണ്ട. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി സൊസൈറ്റീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരുപാട് ആൾക്കാർക്ക് അവയർനെസ് കിട്ടി ലിമിറ്റഡ് നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് മതി എന്നുള്ള ഒരു സ്ലോഗൻ പോലെയും അഡ്വർടൈസ്മെൻറ്റ് പോലെയൊക്കെ വന്ന് അതിലൊരു കറക്റ്റായിട്ട് അവബോധം ആളുകളിൽ എത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഉള്ള ജനറേഷനിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് ചിൽഡ്രനേ ഉണ്ടാവുള്ളൂ. അതാണ് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് കപ്പിൾസ് വിത്ത് സ്മോൾ ഫാമിലി. എപ്പോഴും ചെറിയ ചെറിയ കുടുംബങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. വലിയ കുടുംബങ്ങളിൽ നിന്ന് ചെറിയ കുടുംബമായി മാറി. കുട്ടികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. അടുത്തത് ബെറ്റർ ഡിറ്റക്ഷൻ ആൻഡ് ക്യൂർ ഓഫ് STDs. എത്രയും പെട്ടെന്ന് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളെ തിരിച്ചറിയാനുള്ള ടെക്നിക്കുകൾ, ഡയഗ്നോസ്റ്റിക്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകൾ, അതുവഴി അതിനെ എത്ര പെട്ടെന്ന് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് നമ്മൾ കണ്ടുപിടിക്കുന്നു അത്രയും പെട്ടെന്ന് നമുക്കതിനെ ക്യൂർ ചെയ്യാനും ഉള്ള ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ഡിറ്റക്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് അതിനെ ക്യൂർ ചെയ്യാനും പറ്റുന്നു. സോ നല്ലൊരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റിയിൽ ഇതൊക്കെ സാധ്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു നല്ലൊരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അവസാനമായിട്ട് പറയുന്നത് ഓവറോൾ ഇൻക്രീസ്ഡ് മെഡിക്കൽ ഫെസിലിറ്റി. നമ്മൾ പറഞ്ഞു ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ട്, മെഡിക്കൽ ഡിവൈസുകളുണ്ട്, പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ഒക്കെ ഉണ്ട്. സോ അത്രയും ഇൻക്രീസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് കാരണം എന്താ ഫോർ ഓൾ സെക്സ് റിലേറ്റഡ് പ്രോബ്ലം, സെക്സ് റിലേറ്റഡ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് എല്ലാ പ്രോബ്ലംസിനും എല്ലാ തരത്തിലുള്ള മെഡിക്കൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അതും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റീനെ സൂചിപ്പിക്കുന്നതാണ്. സോ നല്ലൊരു അവെയർനെസ്, സെക്സ് റിലേറ്റഡ് ആസ്പെക്റ്റിൽ നല്ലൊരു അവെയർനെസ് ഉള്ള ഒരു സൊസൈറ്റി. അതുപോലെ മെഡിക്കൽ അസിസ്റ്റഡ് ഡെലിവറീസ് ഒരുപാട് നന്നായിട്ട് നടക്കാൻ, അതിൻ്റെ ബെറ്റർ മെഡിക്കൽ അസിസ്റ്റഡ് ഡെലിവറീസിൻ്റെ എണ്ണം കൂടുതൽ. അതുപോലെ പോസ്റ്റ് നേറ്റൽ കെയർ, ആഫ്റ്റർ ഡെലിവറി അമ്മയും കുഞ്ഞും സുരക്ഷിതമായിരിക്കുക, അവരുടെ എല്ലാ കെയറും നടക്കുക. അതിൻ്റെ ഭാഗമായിട്ട് അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണനിരക്ക്, മെറ്റേണൽ ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയുക. അതുപോലെ തന്നെ സ്മോൾ ഫാമിലി സൈസ്, അതിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങുക, വളരെ ചെറിയ ചെറിയ ഫാമിലികളായിട്ട് കൂടാൻ തുടങ്ങുക. അതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എത്രയും പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് അതിനെ ക്യൂർ ചെയ്യാനുള്ള നടപടികൾ നടത്തുക. അതുപോലെ ഇൻക്രീസ്ഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് കാരണം എല്ലാ സെക്സ് റിലേറ്റഡ് പ്രോബ്ലംസും ക്യൂർ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടെന്നാണ്. സോ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്താ, അതൊരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണെന്നാണ്.